മനോഹരമായ ഒരു ചിത്രമാണ്. അത് ആരാണെന്നറിയാമോ? നിൽക്കുന്നത് അവ്യക്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ആ അവ്യക്തിനെ ഒരുപക്ഷെ റോഷൻ ഓർമ്മിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഈ മണ്ണിൽ ചെളിയിൽ പുതഞ്ഞു കിടന്ന അവ്യക്തിന്റെ ഉള്ളിൽ പോലും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ പോലും തിരിച്ചറിഞ്ഞില്ല അവ്യക്തിനെ. കുറേ നാൾ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് നാൾ ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് അവ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഒടുവിൽ അവ്യക്ത് ഈ സംഘാടകരെടുത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി ഒന്ന് കാണും. അങ്ങനെ സംഘാടകര് മുഖ്യമന്ത്രി അവിടെ കൊണ്ടെത്തിച്ചു. ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കരുത്താകണം പുതുജീവനം എന്ന ഒരു അടിക്കുറിപ്പോടു കൂടിയാണ് ദിനചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 8 മാസം മുൻപുള്ള ദുരന്ത രാത്രിയിൽ ചെളിയിൽ പുതഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ കുട്ടിയാണ് ചൂരൽമല സ്വദേശി അവ്യക്ത്. ആന്തരാവയവങ്ങളിൽ വരെ ചെളിയും വെള്ളവും കയറി ചികിത്സയിലായിരുന്ന അവ്യക്തിനെ ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബാംഗങ്ങൾ പോലും തിരിച്ചറിഞ്ഞത്. ഇന്നലെ കൽപ്പറ്റ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് തറക്കല്ലിൽ നടന്ന ചടങ്ങിൽ അമ്മ രമ്യയ്ക്കൊപ്പം അവ്യക്തും എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കാണുകയായിരുന്നു. ആ ദൃശ്യമാണ് കാണുന്നത്. ഇത് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസംഗത്തിൽ അവ്യക്തിനെ കുറിച്ച് പറഞ്ഞു. ചെളിയിൽ പുതഞ്ഞു കിടന്നൊരു കുട്ടിയാണ് എന്നെ കാണാൻ വന്നത് എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. മാത്രമല്ല, നമുക്ക് ആ പത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു അട്രാക്ഷൻ ആ ഫോട്ടോയിലേക്ക് പോകും. കാരണം നമ്മളെയൊക്കെ വൈകാരികമായി ചിന്തിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഗംഭീരം. അതായത് മിനിസ്റ്റർ രാജനുണ്ട്. അപ്പം മുഖ്യമന്ത്രി ഗൗരവമായിട്ട് എന്തോ പറയുന്നുണ്ടോ അവ്യക്തിനോട്? തിരിച്ചു വന്നു അല്ലേ, മിടുക്കൻ, പഠിക്കണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.